ഒരു ബ്ലൂ പ്രിന്റ് വികസന തള്ള് നമ്മൾ കേട്ട് ക്ഷീണം മാറിയിട്ടില്ല. അടുത്ത അതേ പാറ്റേണിൽ മറ്റൊരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ ഡയലോഗ് വീരന്റെ ഫ്രഷ് എപ്പിസോഡ് എത്തിയിട്ടുണ്ട്. അതിന് ബ്ലൂ പ്രിന്റ് എന്ന പേരില്ല എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം സമാസമമാണ്. സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോകും. കേരളത്തെ രക്ഷിക്കാൻ സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട്. അത് ഞാൻ ഒന്നും പറയില്ല, സസ്പെൻസാണ്. പറയാൻ വല്ലതും വേണ്ടേ? എന്നിട്ടൊന്ന് കണ്ണും കൂടി ഇറക്കി കാണിക്കുന്നുണ്ട്. അടുത്ത് നിന്ന കോൺഗ്രസ്സുകാരടുത്ത് യവന്മാർക്ക് ഇതേ മതി. ഈ ഒരു നമ്പറൊക്കെ ഇറക്കി കൊടുത്താൽ ആ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ പൊട്ടന്മാരും വിശ്വസിച്ചോളും. അതാണ് ഡയലോഗ് അടിയുടെ ഗുണമെന്ന് ഈ അടുത്ത ദിവസം BJP-ക്കാർ ഇവിടെ തലസ്ഥാനത്ത് അധികാരം കിട്ടിയാൽ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് ഇതാ വരാൻ പോകുന്നേ എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് ഒടുവിൽ മോങ്ങിജിയും വന്നു പോയി. ബ്ലൂ പ്രിന്റും വന്നില്ല, വികസനവും വന്നില്ല. ആകെ നടന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ദൂർത്തടിച്ചുകൊണ്ട് മേയർ സംഘവും ഡൽഹി ടൂർ പോയി. അതല്ലാതെ ഒരു ചുക്കും വന്നില്ല. അതുപോലെയാണ് സതീശന്റെ ഡയലോഗും. ഒന്നും വേണ്ട, കേരളത്തെ രക്ഷിക്കാൻ വലിയ പദ്ധതികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡയലോഗ് അടിക്കുന്ന വ്യക്തി വയനാടിനെ രക്ഷിക്കാൻ വേണ്ടി ഫണ്ട് പിരിച്ചു. ഒരു കല്ലെങ്കിലും ഇട്ടിട്ട് ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു. ഇപ്പോ 4 മാസമേ ആയുള്ളൂ ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ടെന്നാണ് സതീശന്റെ ഡയലോഗ് കേട്ടാൽ തോന്നുന്നത്. സർക്കാർ 1 വർഷം എടുത്തു, ഞങ്ങൾ 4 മാസമേ എടുത്തുള്ളൂ. എങ്ങനെ? 1.5 വർഷം കഴിഞ്ഞു. ആ ഫണ്ട് പിരിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരിലെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നടന്ന വ്യക്തി അതുമായിട്ട് വ്യഭിചാരത്തിന് നടന്നു. കോൺഗ്രസ്സുകാർ പിരിച്ച ഫണ്ട് എത്രയാണെന്നോ അതിന്റെ ആപ്പ് എവിടെയോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവുമില്ല. പാവപ്പെട്ടവരെ സഹായിക്കാൻ പോകുന്നു എന്ന പേരിൽ കണ്ണീരണിഞ്ഞ് ജീവിതം ചിതറിപ്പോയ മനുഷ്യരെ കാട്ടി പിരിവെടുത്തിട്ട് 10 പൈസയുടെ പണി ചെയ്യാതെ ആന ഇറങ്ങുന്ന കാട് കണ്ടെത്തി വെച്ചിട്ട് അവിടെ വികസന പ്രവർത്തനം നടത്തുന്നവരാണ് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത്. ഈ ബെഡായിയൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അഖില ലോക നുണയനെ വിശ്വസിക്കാൻ പോവുകയാണെങ്കിൽ ഒരു പ്രതികരണം കൂടി ഇയാളുടെ തങ്ങ് കേട്ടാൽ മതി. ഞാൻ ചില സമയത്ത് ഇതുപോലുള്ള ചില ബെഡായികളൊക്കെ അടുക്കി ഇതേ നാവ് കൊണ്ട് ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേട്ടിട്ട് ചിന്തിക്കാൻ പറ്റുന്നവർ ചിന്തിക്കൂ, ഇല്ലെങ്കിൽ സ്വയം അപകടത്തിൽ ചാടി അനുഭവിക്കൂ. വെറുതെ പറഞ്ഞ ഞാൻ അതുപോലത്തെ നോണയൊക്കെ പറയും. അപ്പോ ഇവരെല്ലാം ഭയങ്കര സ്വപ്നതുല്യമായ പദ്ധതികളുണ്ട് കേരളത്തെ രക്ഷിക്കാൻ. ഞാൻ എല്ലാം പറയുന്നില്ല, സസ്പെൻസ് പോകും.